മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, ഒരുപാട് ചികിത്സകൾ ഞാൻ നടത്തിയതായിരുന്നു. ആരംഭപ്പൂവായ എൻ്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ഞാനതങ്ങ് ചെയ്തപ്പോൾ അള്ളാഹുവേ എനിക്ക് കാമിലായ ശിഫാ അള്ളാഹു നൽകിയിട്ടുണ്ട്. പിന്നീട് കൈകാലുകളുടെ വേദനയെക്കുറിച്ച് ആര് എന്നോട് പറഞ്ഞാലും ഞാൻ അവർക്ക് ഇതങ്ങ് പറഞ്ഞു കൊടുക്കും. എത്രയോ ആളുകൾ അതിന് സുഖം ലഭിച്ചതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്ത മുതൽ ഈ നിമിഷം വരെ പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല. ബിസ്മി എല്ലാത്തിനും പരിഹാരമാണ്. ആ ബിസ്മി ധാരാളം ചൊല്ലാൻ ഭാഗ്യം കിട്ടിയവരെ നിങ്ങൾക്ക് സന്തോഷിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ബിസ്മി ചൊല്ലിയിരുന്നോ? എന്നാൽ അതിൻ്റെ കബൂലിയത്തിന് വേണ്ടി ബിസ്മി ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തുള്ള ബിസ്മി ധാരാളമുള്ള ഒരു ദുആ ഞാൻ ചൊല്ലിത്തരും. നല്ലോണം കയ്യൊക്കൊന്ന് മേൽപോട്ടുയർത്തി നിഷ്കളങ്കമായി ഞാൻ ആ ചൊല്ലിത്തരുന്നത് ചൊല്ലിയിട്ട് അതുകൊണ്ട് മുഖവും ശരീരവുമൊക്കെ ഒന്ന് തടവണം. അള്ളാഹു ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഹൈറിൻ്റെ വാതിലും നമുക്കും കുടുംബത്തിനും തുറന്നു തരട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ. ഞാനത് ചൊല്ലിത്തരട്ടെ. നിങ്ങളെല്ലാവരും നല്ല റാഹത്ത് തന്നെയല്ലേ? ഒരു ദിക്ർ എന്ന നിലക്കാണ് നമ്മൾ ചൊല്ലുന്നത്. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൂടെ? ആ നിലയ്ക്ക് ദിക്റും ചൊല്ല. അപ്പം കയ്യ് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കണം, ചേർത്ത് വെക്കണം. ഞാൻ ഈ ദുആ ചൊല്ലിത്തരും, ഇഖ്ലാസോടെ തെറ്റാതെ അത് ചൊല്ലണം. അത് ചൊല്ലിയിട്ട് മുഖവും ശരീരത്തിലാവുന്ന ഭാഗങ്ങളും തടവണം. അള്ളാഹു എല്ലാ ഖൈറും നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്കെല്ലാ സലാമത്തും നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹുർമതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഅളമതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഫളലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജലാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികമാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹൈബതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിമൻസിലതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിമലകൂതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിജബറൂതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബികിബ്രിയാഇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിസനാഇ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഖൈരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിസുൽത്താനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി ഹാദിഹിൽ ബസ്മല അൻ തഗ്ഫിറ ദുനൂബന വതസ്തുറ ഉയൂബന വതക്ഷിഫ ഖുറൂബന വതുഫർരിജ ഹുമൂമന
وتحصل مرادنا وتبلغ آمالنا وتقضي حاجاتنا وتدفع بلياتنا وتشفي أمراضنا وأمراض مرضانا وأمراض من أوصانا وأمراض والدينا وأمراض أولادنا وأمراض من أوصانا بالدعاء شفاء تاما لا يغادر سقما ولا ألما. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. ശരീരത്തിൽ വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ തടവിക്കോളൂ. അള്ളാഹു ഈ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും തടിയിൽ നിന്ന് നീക്കിത്തരട്ടെ. തടിക്ക് പുറത്തുള്ള രോഗങ്ങളും തടിക്കുള്ളിലുള്ള രോഗങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. 30 വയസ്സുള്ളൊരു സഹോദരൻ ഇന്ന് രാവിലെ 7:30 മണിക്ക് ഇവിടെത്തി. കീഴ്ശ്ശേരിയിലുള്ള സഹോദരനാണ്. കണ്ടാൽ നല്ല ആരോഗ്യ ദൃഢഗാത്രനായൊരു ചെറുപ്പക്കാരൻ. എന്നോട് പറഞ്ഞു, അങ്ങനെ ചില വിഷയങ്ങളും വിഷമങ്ങളൊക്കെ വന്നു, മൂത്രത്തിൽ വല്ലാതെ പതയും നുരയുമൊക്കെ കണ്ടപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്രിയേറ്റിൻ്റെ അളവ് വല്ലാതെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഡയാലിസിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു തരം ആശങ്ക. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ജോലി ചെയ്യാണ്. ഇനി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി സ്കൂളിൽ കാത്തിരിക്കുകയാണ്. അതിന് വേണ്ടി കുറേ സാമ്പത്തിക വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റിന് പോവാണ്. റാഹത്തായി കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഷിഫാഹ് കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നൊരു സഹോദരനും അതുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണേ അല്ല. കിഡ്നിക്കൊരു തകരാറും വരാതെ കാക്കണേ അല്ല. എന്തെങ്കിലുമൊക്കെ കേടുപാടുണ്ടെങ്കിൽ യാ അല്ലാ നീ അത് പൂർണ്ണമായും പരിഹരിച്ച് ആഫിയത്തിൽ നിലനിർത്തണേ അല്ല. ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തണേ അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദുആയല്ലാത്തൊരു പരിഹാരമുണ്ടെന്ന്? യഥാർത്ഥത്തിലുള്ള പരിഹാരം ദുആയാണ്. ബിസ്മിയൊക്കെ ദുആഇൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാത്തിനും ബിസ്മി പരിഹാരമാണ്. ശാരീരിക രോഗങ്ങൾക്കും ഇത് പരിഹാരമാണ്, മാനസിക പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മൾ വരുന്നതിൻ്റെ അവസാന ഭാഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 വട്ടം, പിന്നെ 7 വട്ടം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ. അതേ മഹാനായ ഉസ്മാൻ ഇബ്നു മൽഗൂർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശാരീരികമായ വേദന കൊണ്ട്, കാൽമുട്ട് വേദന കൊണ്ട് കുടുങ്ങിയിട്ട് മുത്തുനബിയോട് ചെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞതാ, നീ ഒരു കാര്യം ചെയ്തോ, ശരീരത്തിൽ എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്ത് നീ നിൻ്റെ കൈവച്ചോ,
എന്നിട്ട് എന്ത് ചെയ്തോ, അവിടെ അങ്ങനെ തടവിയിട്ട് ഇടയ്ക്കിടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 7 വട്ടവും അഊദു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 3 വട്ടവും അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഹാദിർ അത് 7 വട്ടവും ചൊല്ലിയിട്ട് ഇടയ്ക്കിടെ വേദനയുള്ള ഭാഗത്ത് തടവിക്കോ, അല്ലാഹു സലാമത്ത് തരും എന്ന് മുഹമ്മദ് മുസ്തഫ. മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, ഒരുപാട് ചികിത്സകൾ ഞാൻ നടത്തിയതായിരുന്നു. ആരംഭപ്പൂവായ എൻ്റെ റസൂല് പറഞ്ഞതനുസരിച്ച് ഞാനതങ്ങ് ചെയ്തപ്പോൾ അള്ളാഹുവേ എനിക്ക് കാമിലായ ശിഫാ അള്ളാഹു നൽകിയിട്ടുണ്ട്. പിന്നീട് കൈകാലുകളുടെ വേദനയെക്കുറിച്ച് ആര് എന്നോട് പറഞ്ഞാലും ഞാൻ അവർക്ക് ഇതങ്ങ് പറഞ്ഞു കൊടുക്കും. എത്രയോ ആളുകൾ അതിന് സുഖം ലഭിച്ചതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്ത മുതൽ ഈ നിമിഷം വരെ പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല. അപ്പം എന്തിനാ അതൊക്കെ പറയുന്നത് വെച്ചാൽ ബിസ്മി പരിഹാരമാണ്. റഹ്മത്തിൻ്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടാൻ അത് വർദ്ധിപ്പിക്കുക. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക. അതിലൊക്കെ അപാരമായ ബറക്കത്തുണ്ടാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ.